നമസ്കാരം. നമുക്കിന്ന് ലോകപ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ലോകപ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഗ്രഹനില ഒരല്പം പരിചയപ്പെടാം. ഈ ഗ്രഹനില അത് ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റേതാണ്. ഇന്നും ബ്രിട്ടനിലെ ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് പറയുന്നത്. ലോകം മുഴുക്കെയും അടക്കി ഭരിച്ച്, കാരണം ലോകം മുഴുക്കെയൊക്കെ അടക്കി ഒരു രാജ്യത്തിന് ഭരിക്കണമെങ്കിൽ അത് ശാരീരികമായൊരു ശക്തിക്കുമപ്പുറം ഈ ബൗദ്ധികത, ബുദ്ധി, ഐക്യു കൂടെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവിടുത്തെ അധികാര കേന്ദ്രം, നമുക്ക് ഏത് അധികാര കേന്ദ്രത്തിലും എത്താം. അമേരിക്കൻ പ്രസിഡന്റ് ആവണമോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണോ, അതൊക്കെ അവരവരുടെ കർമ്മം അനുസരിച്ചെത്തപ്പെടാം. പക്ഷേ ചില അധികാര കേന്ദ്രങ്ങളിൽ, ചില ഇടങ്ങളിൽ എത്തണമെങ്കിൽ ഒരു വംശത്തിൻ്റെ, ജനനത്തിൻ്റെ ഒരു ആനുകൂല്യം വേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജനനത്തിൻ്റെ ആനുകൂല്യം തന്നെ കിട്ടിയ വ്യക്തിയാണ് ഈ ചാൾസ് രാജാവ്. പ്രശസ്തയായ പതിറ്റാണ്ടുകളോളം ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ പുത്രൻ ചാൾസ് രാജകുമാർ. കാരണം ഞാനിത് പരിചയപ്പെടുത്താൻ കാരണം, നമ്മൾ പുരാതന ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ അപ്പടി പഠിച്ചത് കൊണ്ടോ അതിൻ്റെ വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും അതൊക്കെ പുസ്തക രൂപേണ പഠിച്ചത് കൊണ്ടോ ഒന്നും അത് ജാതകത്തിൽ അത് പഠിച്ചു വച്ചിട്ടൊരു ജാതകം നോക്കാൻ നിന്നാൽ അത് ആപ്ലിക്കബിൾ അല്ല. പ്രായോഗിക ജീവിതത്തിൽ ഇവർ പറഞ്ഞു വച്ചിരിക്കുന്ന നിയമങ്ങൾ എന്തെങ്കിലും ആ ഗ്രഹനിലകളിൽ വർക്കൗട്ടായിട്ടുണ്ടോ, ഇത് നാം പരിശോധിക്കപ്പെടണം. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉള്ള ഗ്രഹനിലകൾ പരിചയപ്പെടുത്തുക. ഈ മുമ്പുള്ള യുഗങ്ങളിൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി 1000 കൊല്ലമാണ്, ദീർഘായുസ്സുണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. 1000 കൊല്ലങ്ങളാണ് തപസ് ചെയ്യുക ദേവനെ പ്രസാദിപ്പിക്കാൻ. പക്ഷേ ഈ കലിയുഗത്തിൽ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നേടുന്നൊരു കാലമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ആയുസ് മതി ഒരു മനുഷ്യന് അവൻ്റെ കർമ്മം പൂർത്തിയാക്കി പോകാൻ. അപ്പോൾ കലിയുഗത്തിൽ ഒരു പുൽക്കൊടി തുമ്പായെങ്കിലും ഒരു ജനനം കിട്ടുക മഹാഭാഗ്യം എന്ന് പറയുക. അപ്പോൾ മനുഷ്യനായി ജനിക്കുകയാണെങ്കിലോ അതും ഒരു മഹാഭാഗ്യം തന്നെയാണ്. പാമ്പായും പുലിയായും പുഴുവായും ഒന്നും ജനിക്കപ്പെടാതെ ഒരു മനുഷ്യനായി, ആണായാലും പെണ്ണായാലും ഒരു മനുഷ്യനായി ജനിക്കുക. പക്ഷേ ഇവിടെ ഈ ജനനത്തോട് കർമ്മമല്ല, ജനനത്തിന് തന്നെ ചില ബോണസുകൾ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛനമ്മമാരെ തിരഞ്ഞെടുക്കാനോ ഇഷ്ടപ്പെട്ട ഭാര്യയെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഇഷ്ടപ്പെട്ട അച്ഛനമ്മമാരെയോ ചുറ്റുപാടുകളെയോ അല്ലെങ്കിൽ ഈ സംഗതികളൊന്നും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ എവിടെയെങ്കിലും രാജകൊട്ടാരത്തിലായിരുന്നാലും തെരുവിലായിരുന്നാലും പിറക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അപ്പോൾ ചിലർക്ക് ചില ബോണസ് കിട്ടുന്നുണ്ട്, അതവർ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ജീവിതത്തിൽ. അത് അരുതാത്ത കാര്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടിട്ടില്ലേ, ജാതി ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിൽ എല്ലാ പ്രതിഭകളെന്ന് പറയുന്ന എന്തുമാത്രം പ്രതിഭകൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. ശരി തന്നെ, അവരുടെ മനസ്സിൽ നിന്നും ജാതീയത മാഞ്ഞിട്ടില്ല. കേട്ടിട്ടില്ലേ, പല പ്രശസ്തരും അവരുടെ പേരിൻ്റെ കൂട്ടത്ത് നമുക്ക് നിരവധിയായ ഈ കാലഘട്ടത്തിലും നിരവധിയായ പുസ്തകങ്ങൾ, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന പുസ്തകങ്ങൾ, നമ്മളെ ഭാവനയുടെ ലോകത്തിലേക്ക് വിഹരിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ പൗത്രീകരിക്കുന്ന പുസ്തകങ്ങൾ, രണ്ടാം മൂഴം പോലെയുള്ള പ്രശസ്തങ്ങളായ നോവലുകൾ നമുക്കായി പ്രദാനം ചെയ്തു തന്ന എം ടി വാസുദേവൻ നായർ എന്നൊരു പദം അവസാനം ഉപയോഗിച്ചിരിക്കുന്നു. കേട്ടിട്ടില്ലേ, മഞ്ജു വാര്യർ, മഞ്ജു വാര്യർ, അയ്യർ, പണുക്കർ അല്ലെങ്കിൽ മേനോൻ, ഇത്തരം പദങ്ങൾ ഈ പേരിന് പിന്നാലെ ഘടിപ്പിച്ചുകൊണ്ടൊരു കേമത്വം, ജനനത്തിൻ്റെ ഞാൻ ഇതാണ് എന്ന കേമത്വം പലരും പ്രദർശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ കേമത്വം നടിക്കുമ്പോൾ ജാതിയിൽ കുറഞ്ഞവർ എന്ന് ധരിക്കുന്നവർ, കുറഞ്ഞവരല്ല, അവർക്കൊരു ധാരണയുണ്ട്, ഞാൻ പറയനാണ്, പുലയനാണ്, മറ്റതാണ്, വേടനാണ്,
അല്ലെങ്കിൽ കണിയാനാണ്, അല്ലെങ്കിൽ ആദിവാസിയാണ് എന്നൊരു അപകർഷതാ ബോധം പാടില്ല. ഏത് കുലത്തിലായാലും, ഏത് ജാതിയിലായാലും, ഏത് മതത്തിലായിരുന്നാലും സമ്പത്തുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അക്ഷരജ്ഞാനം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന ഒരു പലരും സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. ലോകം ഒരു കിളിക്കൂടായി, വലിയവനും ചെറിയവനും എന്നൊന്നില്ലാതെ എല്ലാവരും സമഭാവനയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലമുണ്ടാകുമെന്ന് ടാഗോറും ഐൻസ്റ്റീനും അടക്കമുള്ളവർ, നമ്മുടെ പുരാതന ആചാര്യന്മാർ സ്വപ്നം കണ്ട ആ സ്വപ്ന ലോകത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഇപ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുക. എന്നാലും ചിലർക്ക് മാത്രം കിട്ടുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഭാഗ്യമാണ് കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത, ജനനം കൊണ്ട് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ഇങ്ങനെ ഈ രാജകുടുംബത്തിൽ ജനിക്കുകയും രാജാവായി തീരുകയും ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു അവകാശമാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന അവകാശമാണ്. പക്ഷെ അങ്ങനെ കിട്ടിയിരുന്നാൽ പോലും അത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാളുടെ കർമ്മം കൂടെ അതിൽ മിക്സ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ചാൾസ് രാജാവിനെ പറ്റി നമ്മളെ പ്രശസ്തനെന്ന് പറയുമ്പോൾ ഇത്രത്തോളം പ്രശസ്ത അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ല. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ മറ്റേ ഈ നമ്മുടെ പ്രാദേശിക സംവിധാനം പോലും ഇല്ല. ലോകം മുഴുക്കെയും പ്രശസ്തനായ, ലോക രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ലോക ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ ചെറിയ ഭാഗവാക്ക് കൂടിയായ ആളാണ്. അപ്പോൾ അയാൾ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. ആ ചില്ലറക്കാരനല്ലാത്ത ആളിൻ്റെ ഒരു ഗ്രഹനില പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുമോ? ഇവർ പുരാതന ആചാര്യന്മാർ ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇതുമായി കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അത് യോജിച്ച് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ അസ്ട്രോളജി ഓഫ് ടൈംസ് എന്ന ഒരു മാഗസിനിൽ നിന്നാണ് ചാൾസ് രാജാവിൻ്റെ ഗ്രഹനില എടുത്തത്. അതായത് 14/11/1948 9:14 PM ലണ്ടൻ സമയം 9:14 PM ജനനം എടുത്തിരിക്കുകയാണ്. ആ മാഗസീനിൽ സ്വാഭാവികമായിട്ട് അവരുടേതായ ചാർട്ടാണ് വരയ്ക്കുക. അത് നമ്മുടേതായ രീതിയിൽ മലയാളം നമുക്ക് പരിചയമുള്ള രീതിയിൽ ഞാനാക്കിക്കൊണ്ട് ആ ഗ്രഹനില നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് കർക്കടകത്തിലാണ്. 2 ശനി, 3 ശുക്രൻ, 4 ബുധൻ, രവി, ശിഖി, 5 കുജൻ, 6 ഗുരു, 10 ചന്ദ്രനും സർപ്പനും. ഞാനിത് ഗണിച്ച് നോക്കിയില്ല. ഞാനിത് ഒരു ഗ്രഹനില വീഡിയോ പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇന്ന് വീഡിയോ പിടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഗ്രഹനില എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നത്. കാരണം ഞാനത് ഗണിച്ചൊന്നും നോക്കാൻ നിന്നില്ല. ആ മാഗസിനിൽ കണ്ട ആ ചാർട്ട് എടുത്ത് ഇവിടെ ഇടുകയേ ഉള്ളൂ. അതിൽ ഭാവാൽ ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ടോ, നവാംശകം, ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ ഒരു കൗതുകത്തിലേക്ക് വേണ്ടി നമുക്കിത് പരിചയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് കർക്കിടകം രാശിയിലാണ്, ചരരാശിയിലാണ്. ഒരു കാര്യം, ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത്, ഏത് ഭാവമോ എന്ത് നോക്കിയിരുന്നാലും ആദ്യം നോക്കേണ്ടത് ലഗ്നത്തെയും ലഗ്നാധിപനെയുമാണ്. ലഗ്നത്തിനും ലഗ്നാധിപനും ബലമുണ്ടോ എന്ന് നോക്കിയ ശേഷം ബാക്കി സംഗതികൾ പരിശോധിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായം. ലഗ്നത്തിൽ മാന്തി നിൽക്കുന്നു, മാന്തിയാൻ കളയുക. മാന്തി വേണ്ട. നമുക്ക് ജാതകം പരിശോധിക്കുമ്പോൾ മാന്തി വേണ്ട. ലഗ്നത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ? ഇല്ല. ലഗ്നം ഒറ്റക്കാ നിൽക്കുക. അദ്ദേഹം ജനിക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിന്ന രാശി കർക്കിടകം രാശിയാണ്. ആ കർക്കിടകം രാശിയിൽ ഗ്രഹമില്ല എന്ന് മാത്രമല്ല, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമില്ല എന്നുള്ളത് കൊണ്ട് ആ ലഗ്നത്തിന് ബലം കുറയും. ലഗ്നാധിപൻ അവിടെ, ലഗ്നാധിപൻ 10-ൽ, കർമ്മസ്ഥാനമായ 10-ൽ, കേന്ദ്രഭാവമായ 10-ൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ലഗ്നാധിപൻ ഉച്ചത്തിലേക്കുള്ള
സഞ്ചാരത്തിലുമാണ്. ലഗ്നത്തിന് ബലമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ 4 കുടുംബം ഇങ്ങനെ കൊത്ത സംഗതികൾ നോക്കുന്നത് 2ഉം 4ഉം നോക്കും. ഇദ്ദേഹത്തിൻ്റെ മാതാവ് പതിറ്റാണ്ടുകളോളം ബ്രിട്ടൻ ഭരിച്ച വിക്ടോറിയ രാജ്ഞിയായിരുന്നുവല്ലോ. അപ്പോൾ ഒരാളിൻ്റെ ജാതകത്തിൽ നിന്നും അയാളുടെ കാര്യമല്ല, മാതാവിനെ പറ്റിയും പിതാവിനെ പറ്റിയും മക്കളെ പറ്റിയും സഹോദരങ്ങളെ പറ്റിയും ഒക്കെ അറിയാമെന്ന നിയമം പറഞ്ഞു വച്ചേക്കുന്നത്. മാതാവ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? 4 കൊണ്ട്. മാതാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാരകനുണ്ടാകുമല്ലോ, അതാരാണ്? ചന്ദ്രൻ. ഇവിടെ ചന്ദ്രൻ ലഗ്നാധിപൻ കൂടെയാണ്. കേന്ദ്രഭാവമായ 10ലുണ്ട്, ഉച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 4ൽ നിപുണയോഗം ചെയ്ത് ശുഭഗ്രഹമായ ബുധൻ നിപുണയോഗം പ്രദാനം ചെയ്ത് 4ൽ നിൽപ്പുണ്ട്. 4ാം ഭാവപതി പക്ഷേ നീചത്തിലാണ്. അത് വിവാഹകാരകൻ, ഭാര്യാകാരകൻ കൂടെയാണ് ശുക്രൻ. അതുമായി ബന്ധപ്പെട്ട സംഗതികളിൽ അദ്ദേഹം കുഴഞ്ഞു പോയിട്ടുണ്ട്. വളരെ സുന്ദരിയും വളരെ പ്രഗത്ഭയുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു, ഡയാന രാജകുമാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വധുവായി വന്നതെങ്കിലും ഇദ്ദേഹം മറ്റൊരു പ്രേമബന്ധത്തിൽ, കാമില്ല പാർക്കർ ഇപ്പോഴും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല, കാമില്ല പാർക്കർ എന്നൊരു സ്ത്രീയുമായി പ്രണയത്തിലാകുകയും ഡയാന രാജകുമാരി മറ്റ് പല പ്രണയബന്ധങ്ങളിലും കുടുങ്ങി അവസാനം ഒരു കാമുകനോടൊപ്പം യാത്ര ചെയ്യവേ ഒരു ആക്സിഡൻറ്റിൽ, കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് അവർ മരണപ്പെടുകയാണ് ചെയ്തത്. നോക്കൂ, ദാമ്പത്യ ബന്ധത്തിൽ അത്തരം ചില കുഴപ്പങ്ങൾ, ആ ശുക്രൻ്റെ നീചത്വം ഇവർ പറഞ്ഞു വച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് പ്രദാനം ചെയ്യുന്നുണ്ടോ? 4ാം ഭാവം കരുത്തുറ്റതാണെന്നും മാതാവിൻ്റെ കാരകത്വം വഹിക്കുന്നത് ലഗ്നാധിപൻ തന്നെയായ ചന്ദ്രൻ കരുത്തുറ്റതാണെന്നും നാം കണ്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ നോക്കേണ്ടത് കർമ്മം. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. 2ഉം 10ഉമാണ്. കള്ളൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞതുപോലെ ചിലരെപ്പോഴും 7ലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. 7 പാർട്ണർഷിപ്പിൻ്റെ, വിവാഹ ബന്ധത്തിൻ്റെയൊക്കെ പോർഷനാണ്. അതിന് ഇത്രയേറെ പ്രാധാന്യം കേരളീയ ജീവിതം എങ്ങനെ കൊടുത്തു എന്ന് എനിക്കറിയില്ല. കാരണം അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിവാഹം വരും പോകും, പാർട്ണർ വരും പോകും, പക്ഷേ നാം എപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യപ്പെടുന്ന ജീവിതം നയിക്കപ്പെടണമെങ്കിൽ 2 വിദ്യാഭ്യാസം, 10 കർമ്മം, നമുക്കിഷ്ടപ്പെട്ട കർമ്മപഥത്തിൽ, കർമ്മ മേഖലകളിൽ നമ്മൾ പണിയെടുക്കണം. അതിന് 10ന് ബലം ഉണ്ടായിരിക്കണം. ബലമില്ലെങ്കിൽ അത്രത്തോളം കഠിനമായ പരിശ്രമം നാം ചെയ്യണം എന്നർത്ഥം. 10ൽ തന്നെ ലഗ്നാധിപൻ നിൽക്കുന്നു. 10ലേക്ക് 6ാം ഭാവപതി ഗുരു സ്വക്ഷേത്ര ബലവാനായി നിന്നുകൊണ്ട് 10ലേക്ക് ദൃഷ്ടി. ഇതാ 2 ഗ്രഹബന്ധം എന്ന്. 4ൽ നിൽക്കുന്ന ബുധനും രവിക്കും 10ലേക്ക് ദൃഷ്ടി. 10ന് ലഗ്നാധിപനടക്കം 4 ഗ്രഹബന്ധം. പ്രൗഢഗംഭീരമായ രാജകൊട്ടാരത്തിൽ സുഖലോലുപതകളുടെ മടിത്തട്ടിൽ പിറന്നു വീണാലും, രാജകുമാരനായിരുന്നാലും അയാളുടെ ജീവിതയാത്രയിൽ കർമ്മപഥം ശരിയല്ല എങ്കിൽ അയാൾ നശിച്ചു പോകും. ജനനത്തിൻ്റെ ആനുകൂല്യം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങൾ എന്ത് വ്യത്യസ്തങ്ങളായ നിലകളിലായിരുന്നാലും നാം നമ്മുടെ മനോഭാവം, ചിന്താഗതി കൊണ്ടും നമ്മുടെ കർമ്മരംഗം കൊണ്ടും അത് നേരിടേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കർമ്മം അത്യുജ്വലം. ഗുരുവടക്കം 4 ഗ്രഹബന്ധങ്ങൾ. 10ാം ഭാവപതി 5ാം ഭാവപതിയും കൂടെയാണ്. കുജൻ യോഗകാരകനാണ്. 5ൽ സ്വക്ഷേത്ര ബലവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ കുറച്ച് നിയമങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ, അത് ഇതുമായിട്ട് കൂട്ടിക്കുഴഞ്ഞ് വരുമ്പോൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പോൾ ജ്യോതിഷം ഒരു അന്ധവിശ്വാസം അല്ലല്ലോ, ഒരു അനാവശ്യവും അല്ലല്ലോ.
ഒരു ഗ്രഹനില കണ്ടിട്ട് ഒരാളിൻ്റെ ജീവിത യാത്രാനുഭവങ്ങൾ എவ்விதമാണെന്ന് ഒരുവിധമെങ്കിലും ഊഹിച്ചെടുക്കാൻ ഈ സൂത്രപ്പണി കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഇനിയും വ്യത്യസ്തങ്ങളായ ഗ്രഹനിലകളുമായി ഞാൻ വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി.